ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക്സിൽ ഡെഫിനിഷൻസും ഓൺ ലിമിറ്റഡ് വാണ്ട്സിനെ പറ്റി, കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് മീനിങ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓരോ റിസോഴ്സസും നമ്മുടെ ഭൂമിയിലുള്ള റിസോഴ്സസ് എല്ലാം എന്താണ്, പരിമിതമാണ്. മീൻസ് നമുക്ക് അൺകൺട്രോൾഡ് ഹ്യൂമൻ വാണ്ട്സ്, നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ വളരെ നിയന്ത്രണാതീതമാണ്. നമുക്ക് പല ആവശ്യങ്ങളാണ്, അതൊരിക്കലും എന്താകുന്നില്ല, ആഗ്രഹങ്ങൾ കുറയുന്നില്ല. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി. ഇതിൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി ആൻഡ് പ്രയോറിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സെൻട്രൽ പ്രോബ്ലംസ് ആൻഡ് ഇക്കണോമി ആൻഡ് പ്രൊഡക്ഷൻ, മീനിങ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് മീനിങ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് മീനിങ് ഓഫ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉൽപ്പാദനം. എന്താണ് ഉൽപ്പാദനം? എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റിന് ശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, സൊസൈറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ മീനിങ് ഓഫ് പ്രൊഡക്ഷൻ. ദ ടേം പ്രൊഡക്ഷൻ മിസ് വായിച്ചേരാം. എന്താണ് പ്രൊഡക്ഷൻ എന്നുള്ള മീനിങ് ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ് നോക്കാം. ഓക്കെ, ദ ടേം പ്രൊഡക്ഷൻ ഇംപ്ലൈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേരിയസ് ഇൻപുട്ട് ഇൻ ടു ദ ഔട്ട്പുട്ട്, ദെർബൈ ഇൻക്രീസിങ് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഇൻ ടു ദ ഇൻപുട്സ്. അതായത് കപ്പാസിറ്റി ഓഫ് നമ്മുടെ ആവശ്യകതയുടെ ആ ഒരു കപ്പാസിറ്റി, ആ ഒരു എന്താ പറയുക, ആ ഒരു ബലം. കപ്പാസിറ്റി മീൻസ് നമുക്കുള്ള ആ ഒരു ആവശ്യങ്ങൾ എത്രത്തോളമാണോ, ദുർലഭമായ ആവശ്യങ്ങളും അഥവാ നമ്മൾ ആവശ്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആയ ഹ്യൂമൻ വാണ്ട്സിനെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മളെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലവും. അതാണ് എക്കണോമിക്സിനെ പറ്റിയുള്ള മെയിനായിട്ട് പഠിക്കുന്ന ശാസ്ത്രവും. ഓക്കെ, അതായത് നമ്മുടെ ദ പ്രൊഡക്ഷൻ ഇംപ്ലൈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേരിയസ് ഇൻപുട്സ്. അതായത് വേരിയസ് ഇൻപുട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട്, അതായത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഇൻക്രീസിങ് ദ വാണ്ട്സ്. അതായത് പല സാധനങ്ങളും നമ്മൾ മാറ്റിയിട്ട് അത് ഔട്ട്പുട്ട് കൊടുത്തിട്ട് അത് ഇൻപുട്ടാക്കി മാറ്റുന്നു. The production implies the transformation of various inputs into output, thereby increasing the want satisfying capacity of the inputs. എത്രത്തോളമാണോ നമ്മുടെ നിവർത്തിക്കപ്പെടേണ്ട ആവശ്യങ്ങൾ, നമുക്ക് എന്തൊക്കെയാണോ ചെയ്ത് തീർക്കേണ്ട ആവശ്യങ്ങൾ എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഓരോ റിസോഴ്സിനെയും ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ ആക്കി അതിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്, ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു. And the process of production transform the things occurring the nature into the goods and services which are capable of satisfying human wants. The things which are so services which are capable of satisfying human wants. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, തൃപ്തിപ്പെടുത്തണം എന്നാണ് പറയുന്നത് അല്ലേ. ഹ്യൂമൻ വാണ്ട്സ് ദ തിങ്സ് വിച്ച് ആർ സോ ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ. അത് എന്താവാം, ഫിസിക്കൽ ആവാം, ഇൻ്റലക്ച്വൽ ആവാം. The transformation may be physical appearance with satisfying capacity and spatial and place another make to him available to and the interterm to use the date storage and a particular transformation in production. അതായത് ഉൽപ്പന്നങ്ങൾ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. അതൊക്കെ റിസോഴ്സസിൻ്റെ നമ്മളെ റിസോഴ്സസ് എത്രത്തോളമാണോ നമ്മളെ കയ്യിൽ വശമുള്ളത് എന്നതിനെ ആസ്പദമായിട്ടായിരിക്കും. ഓക്കെ, ഈസ് മോർ ദാറ്റ് ഓഫ് ഇൻപുട്സ് യൂസ് ദ ഇൻപുട്ട് ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ നത്തിങ് ദ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി. അതായത് നമ്മൾ എത്ര ആണോ വേണ്ടത് അത് യൂട്ടിലൈസ് ചെയ്യുക അല്ലേ, നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക, മാക്സിമം അതിൻ്റെതായ രീതി ഫലപ്രാപ്തിയിൽ തന്നെ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കണോമി. എന്താണ് ഒരു എക്കണോമിക്സ് സെൻട്രൽ പ്രോബ്ലംസ് എന്താണ്? അപ്പോൾ റിസോഴ്സസിനെ പറ്റി പറഞ്ഞു, ആ വിഭവങ്ങളുടെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുക, അത് യൂസ് ചെയ്യുക. പ്രയോറിറ്റീസ്, ആദ്യം ഏത് നീഡ്സാണ്, ആവശ്യങ്ങളാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തേണ്ടത് എന്ന് നോക്കിയിട്ട് ക്യാരക്ടറിസ്റ്റ്, അതിന് സവിശേഷമായ ഏത് ഗുഡ്സാണോ പ്രയോറിറ്റികൾ തിരഞ്ഞെടുക്കുക. ആൻഡ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി. ഇപ്പോൾ നമ്മൾ പറയുന്നത് പ്രോബ്ലംസ് ഓഫ് ദാൻ മീനിങ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോബ്ലംസ് ആൻഡ് എക്കണോമി. എന്താണ് ഒരു ഇക്കണോമിയിലെ പ്രോബ്ലംസ്? മിസ് പറഞ്ഞത് ഫസ്റ്റ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് നമ്മൾ ഉണ്ടാക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം,
മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഈ ഒരു 3 ചോദ്യമാണ് നമ്മുടെ മീനിങ് ഓഫ് പ്രൊഡക്ഷൻ അല്ല, പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ്, ബുദ്ധിമുട്ടാണ് 3 പ്രശ്നങ്ങളാണുള്ളത്. 3 പ്രശ്നങ്ങൾ: ഹൗ ടു പ്രൊഡ്യൂസ്, whom to produce, what to produce. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, ആർക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. How to produce. This is a problem which covers details the allocation of productive resources in the production of various goods and services. അതായത് വേരിയസ് ഗുഡ്സ് ആൻഡ് പലതരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസ്, സാധന സേവനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കണം. അത് ദിസ് ഇസ് എ പ്രോബ്ലം വിച്ച് കവേഴ്സ് ടു ഡീറ്റെയിൽസ് ദ അലോക്കേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഏരിയ. അതായത് ഇത്രയും അലോക്കേറ്റീവായ വിഭവങ്ങളുടെ ഇൻഗ്രീഡിയൻസ് എവിടുന്ന് കിട്ടും, അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം എങ്ങനെയാണത്, ഏത് രീതിയിൽ, എന്ത് മാർഗം ഉപയോഗിച്ച് നമ്മൾ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള, അത് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന ചോദ്യം. ഓക്കെ. More preciously than can be used, that economy decided to produce X, if that also work out. Exactly how much labor, capital and land, എത്രത്തോളം ലേബർ, ഭൂമി, മൂലധനം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ലാൻഡ് അതായത് ഭൂമി, തൊഴിലാളികൾ, ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ് ലേബേഴ്സ്, തൊഴിലാളികൾ. അവരാണ് അതിൻ്റെ മൂലധനം. അത് എത്ര മുടക്കണം, ക്യാഷ് മുടക്കണം, അത് ജോലി ചെയ്യാൻ തൊഴിലാളികൾ വേണം, പിന്നെ ലാൻഡ് വേണം, ഭൂമി വേണം. ഓക്കെ. അപ്പോൾ ഇറ്റ് ഹാസ് ഓൾസോ എക്സാക്ട്ലി ഹൗ മച്ച് ലേബർ, ക്യാപിറ്റൽ, ലാൻഡ് എക്സ്ട്രാ വുഡ് ഗോ ഇറ്റ്സ് പ്രൊഡക്ഷൻ. ഓക്കെ. The exact proportion of factor inputs used in the production of goods needs to be decided irrespective on the size of nature of an economy. Okay. The exact proportion of factor inputs used in the production of goods needs to ഡിസൈഡഡ് ആൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ഇക്കണോമി. അതായത് നമ്മുടെ സാമ്പത്തികാവസ്ഥയിൽ എന്തൊക്കെ നോക്കിയിട്ട് ഇറസ്പെക്റ്റീവ്, അതായത് ഓരോന്നിന് എത്രത്തോളം നമുക്ക് കിട്ടും, അതിന് എത്രത്തോളം നമ്മളെ കയ്യിലുണ്ട്, എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം, ഇത് ഏതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ആവശ്യങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള കുറേ ക്വസ്റ്റ്യൻ. പിന്നെ ലേബേഴ്സിനെ വേണം, തൊഴിലാളികളെ വേണം, ഹൗ ടു ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം, ആൻഡ് മൂലധനം, ഇൻവെസ്റ്റ്മെൻറ്റ്, കുറേ ചോദ്യങ്ങളും പ്രശ്നങ്ങളാണ് എക്കണോമിക്സിൽ. ഫസ്റ്റ് ചോദ്യം ഹൗ ടു പ്രൊഡ്യൂസ്. ഓക്കെ. ഇൻ സച്ച് ലേബേഴ്സ് ആൻഡ് ഇൻ സച്ച് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ സെഡ് ടു ബി യൂസ് ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് മോർ ക്യാപിറ്റൽ ഗോസ് ഇൻ ടു ദ പ്രൊഡക്ഷൻ ഇഫ് ഇൻ ഐറ്റംസ് ആൻഡ് വി സേ ദാറ്റ് ദ പ്രൊഡ്യൂസ്ഡ് ബൈ എ ക്യാപിറ്റൽ ഇൻറ്റൻറ്റീവ് ടെക്നിക്. ഓക്കെ. ഏത് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്, ദാറ്റ്സ് എ ഹൗ ടു പ്രൊഡ്യൂസ് എന്നതിന് ഒന്നാമത്തെ ചോദ്യം വിച്ച് ടെക്നിക് ബി യൂസ്ഡ്, ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ചോദ്യം then whom to produce, ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. എ സൊസൈറ്റി കോംപ്രമൈസ് എ ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്, വ്യക്തികളും ഹൗസ് ഹോൾഡ്, വീട്ടമ്മമാരും. സൊസൈറ്റീസിൽ ആരൊക്കെ ഉണ്ട്, ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഇതിൽ പറയുന്നത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിലബസിൽ. പക്ഷേ സൊസൈറ്റിയിൽ എല്ലാത്തരം ആളുകളും, വിദ്യാർത്ഥികളും അല്ലേ, എംപ്ലോയീസും എല്ലാവരും ജീവിക്കുന്ന സൊസൈറ്റിയിൽ all the output consumption goods or services are ultimately meant of their use. Therefore all goods or services produced are distributed among the individuals and household. അതായത് അധികവും നമ്മൾ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്, നമ്മുടെ വ്യക്തികൾക്കും വീട്ടമ്മമാർക്കും വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. ദ ഷെയർ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ആൻഡ് ഹൗസ് ഹോൾഡ് ഹാസ് ടു ബി ഡിറ്റർമിൻ ഓൾസോ ക്വാണ്ടിറ്റീസ് ഓഫ് സ്പെസിഫിക് ഗുഡ്, ക്വാണ്ടിറ്റീസ് അളവുകൾ, സ്പെസിഫിക് ഗുഡ്, ഒരു പ്രത്യേക ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സ്പെഷ്യാലിറ്റി, സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസ് എത്രത്തോളം എവിടെ എത്തണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. To which compromise that share, we can see that is possible to purpose different principles whereby the distribution may be carried out. Okay, we can see that it possible to purpose different principles. അതായത് നമ്മൾ പല പല തത്വങ്ങളും നമ്മൾ ഉപയോഗിക്കും. ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, അത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് വൈഫ് ആൻഡ് സൊസൈറ്റീസ്, ഓൾ കാറ്റഗറീസ് ഇൻ പീപ്പിൾസ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ പലവിധം കാറ്റഗറീസിലുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇതിൽ ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് എന്നാണ് ഇതിൽ പറയുന്നത്. ആർക്ക് വേണ്ടി വി ക്യാൻ സീ ദാറ്റ് ദ പോസിബിൾ ടു പ്രൊപ്പോസ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടു ഡിസ്ട്രിബ്യൂഷൻ മേ ബി ക്യാരി ഔട്ട്. പലതരം തത്വചിന്തകളും ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആർക്ക് വേണ്ടിയിട്ടാന്ന് ചോദിക്കുമ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്, വിതരണമാണ് വരുന്നത് അല്ലേ. വിതരണം ചെയ്യപ്പെടുന്ന ആ ഒരു സൊസൈറ്റീസിൽ
ആർക്കൊക്കെ വിതരണം ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതാണ് എന്തും കൂടി അർത്ഥമാക്കുന്നത്. ഹോം ടു, ആർക്കു വേണ്ടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നുള്ള ചോദ്യം. ഓക്കെ, ദ പ്രോബ്ലംസ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഹോം ടു പ്രൊഡ്യൂസ് എന്നുള്ളതിൽ തന്നെയുള്ളതാണ് ദ പ്രോബ്ലംസ് ഓഫ് ഗ്രോത്ത്. അതായത് ദ പ്രോബ്ലംസ് ഓഫ് ഗ്രോത്ത്, വളർച്ച, അതായത് ഗ്രോത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ. എവറി എക്കണോമി സീക്സ് ടു ഇൻക്രീസ് ദ സ്റ്റോക്ക് ആൻഡ് ക്യാപിറ്റൽ ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ. ഏത് എക്കണോമിക്സിൻ്റെയും ബേസിക് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്ത് ഇൻക്രീസ് ചെയ്യുക, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, അല്ലേ? ഡിക്രീസ് ചെയ്യാൻ പാടില്ല, താഴ്ന്നു പോവാതെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് സൊസൈറ്റിക്ക് ഗ്രോത്ത് ഉണ്ടാക്കുക എന്നാണ് ഏതൊരു എക്കണോമിക്സ് തത്വചിന്താപരമായി ചിന്തിക്കുമ്പോൾ ഒരു സൊസൈറ്റിയിൽ ഇൻക്രീസ് ചെയ്യണം. പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലേ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. സ്കേഴ്സിറ്റി ഇല്ലാത്ത രീതിയിൽ, ദൗർലഭ്യം ഇല്ലാത്ത രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡിവിജ്വൽസിനൊക്കെ ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്ന ഒരു സൊസൈറ്റി തന്നെയാണ് ഒരു എക്കണോമിക്സിൻ്റെ, അല്ലെങ്കിൽ ഒരു ഒരു സാമ്പത്തിക ശാസ്ത്ര രീതിയിലുള്ള നല്ലൊരു സൊസൈറ്റീൻ്റെ ഗ്രോത്തിന് ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് PPC. എന്താണ് PPC എന്ന് പറഞ്ഞാൽ? ഡൗൺലോഡ് സ്ലോപ്പിംഗ് ഫ്രം ദ റൈറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് PP. എ ടിപ്പിക്കൽ PP curve ഹാസ് 2 ക്യാരക്ടറിസ്റ്റിക്. എന്താണ് PP curveൻ്റെ പ്രത്യേകത? വി ക്യാൻ അസ്യൂം ദ MRT ഓഫ് കോൺസ്റ്റൻറ്റ്, അത് MRT കോൺസ്റ്റൻറ്റും ഗുഡ്സും. നെക്സ്റ്റ് അതിൽ തന്നെ അലോക്കേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ ഒരു സൊല്യൂഷനും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൽ നിന്ന് മീനിങ് ഓഫ് പ്രൊഡക്ഷനിൽ, അതായത് പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി, ഹൗ ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ് നമ്മൾ പറഞ്ഞു. ഇതിലൊരു പോയിൻ്റാണ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് സൊല്യൂഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ്. എന്താ ഈ സെൻട്രൽ പ്രോബ്ലംസിന് ഹൗ ടു പ്രൊഡ്യൂസ്, പിന്നെ എന്ത് ഉൽപ്പാദിപ്പിക്കുക, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എന്ത് ഉൽപ്പാദിപ്പിക്കണം, പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കുള്ളതാണ് ഉൽപ്പാദിപ്പിക്കുക. എന്താണോ പ്രയോറിറ്റി നമുക്ക് നീഡ്സ് ഉള്ളത്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉൽപ്പാദിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, റിസോഴ്സ് അലോക്കേഷൻ ഇൻ എ മിക്സഡ് ഇക്കണോമി. എന്താണ് മിക്സഡ് ഇക്കണോമി? ഈസ് വൺ ഇൻ വിച്ച് ദ ഡിസിഷൻ ഓഫ് ലെഫ്റ്റ് ടു ദ മാർക്കറ്റ് ഫോഴ്സ് ആൻഡ് വൈൽ അതേഴ്സ് ടേക്കൺ അണ്ടർ ഡയറക്റ്റ് ഗവൺമെൻറ് റെഗുലേഷൻ ഓഫ് എവറി ഓണർഷിപ്പ്. എന്താ അതിൽ പറയുന്നത്? റിസോഴ്സസ് അലോക്കേഷൻ ഇൻ മിക്സഡ് ഇക്കോണമി. മിക്സഡ് ഇക്കോണമിയിലെ പ്രത്യേകത എന്താണ്? എ മിക്സഡ് ഈസ് വൺ ഓഫ് ദ വിച്ച് സം ഡിസിഷൻ ആർ ലെഫ്റ്റ് ടു ദ മാർക്കറ്റ് ഫോഴ്സ് വൈൽ അതേഴ്സ് stand under ഡയറക്റ്റ് ഗവൺമെൻറ് റെഗുലേഷൻ. അതായത് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് റെഗുലേഷനിൽ, കൺട്രോളിൽ ആരാണ് തീരുമാനം എടുക്കുന്നത്? ഇവിടെ സം ഡിസിഷൻ ആർ ലെഫ്റ്റ് ബൈ മാർക്കറ്റ് ഫോഴ്സസ്. മാർക്കറ്റിംഗ് രംഗത്തുള്ള ആളുകൾ ഡിസിഷൻ എടുക്കുന്നതും. സം സെലക്റ്റഡ് ഏരിയാസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ റിസീവ്ഡ് ഓഫ് ഗവൺമെൻറ് സെക്ടർ. കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയ എന്തിൻ്റെ സെക്ടറായി മാറുന്നു? ഗവൺമെൻറ് സെക്ടറായി മാറുന്നതിനെ പറ്റിയും റിസോഴ്സസ് അലോക്കേഷൻ മിക്സഡ് ഇക്കോണമിയിൽ പറയുന്നു. അതായത് എക്കണോമിക്സും ഗവൺമെൻറ്റും, അല്ലേ? എക്കണോമിക്സിലെ കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഇടപെടുന്ന ആളുകളും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡീലിങ്ങിലാണ് രണ്ടും ഒരുമിച്ച് വരുന്നത്. അതാണ് മിക്സഡ് എന്ന് വരുന്നത്. ഓക്കെ, ഒരു റോള് ഗവൺമെൻറ്റും ഒരു റോള് സാമ്പത്തിക ഇതിൽ പെരുമാറുന്ന ആളുകളും, രണ്ട് തരം ആയതുകൊണ്ടാണ് ഇവിടെ മിക്സഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഗവൺമെൻറ് അക്യൂസ് ദ നെസസറി പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഫോർ ദീസ് സെക്ടർ. അതായത് ഒരു പ്ലേസിൽ ഗവൺമെൻറ് എന്താണോ അവിടെ സെലക്റ്റഡ് ചെയ്യുന്ന ഒരു ഏരിയയിൽ, ദ സെലക്റ്റഡ് ഏരിയാസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണോ അവിടെ നടക്കുന്നത്, അത് ആരുടെ കൺട്രോളിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ദ ഗവൺമെൻറ് എൻക്വയറീസ് ഓഫ് നെസസിറ്റി ഓഫ് പ്രൊഡക്റ്റീവ്. ഗവൺമെൻറ്റിൻ്റെ എൻക്വയറി വരുമ്പോഴോ അതിൻ്റെ ആൻസർ പറയേണ്ട കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ച കുറച്ച് ഉദ്യോഗസ്ഥരും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്.